എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC നടത്തിയ കൂലി വർക്കർ എന്ന എക്സാമിൻ്റെ ആൻസർ കീ ആണ്. കൂലി വർക്കർ 61/2024 ക്വസ്റ്റ്യൻ കോഡ്. കാറ്റഗറി നമ്പർ 493/2002. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാണ്? ഏത് നിയമപ്രകാരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? റൗലറ്റ് ആക്ട്. അടുത്തത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാ ഗാന്ധിജിയുടെ വാക്കുകളാണിത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ലാഹോർ സമ്മേളനം. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ആൻസർ കഴ്സൺ പ്രഭുവാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ സരോജിനി നായിഡു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ എന്ത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അമേരിക്ക. നെക്സ്റ്റ് വൺ, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ആൻസർ ഡി ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ആരാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതി. നെക്സ്റ്റ് വൺ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? എവിടെയാണ് ഐക്യ കേരള കൺവെൻഷൻ നടന്നത്? തൃശ്ശൂരിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപം. അടുത്ത, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ ഗൗരി പാർവതി ഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ വായിക്കാം. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിച്ചത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ആൻസർ 1998 G20 രൂപീകരിക്കപ്പെട്ടത്. തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ കണ്ണൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ് ഫസൽ അലി, പോറ്റി ശ്രീരാമുലു, KM പണിക്കർ, HN കുൻസ്രു. ഇതിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമുലു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ഇതിൽ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത് 1, 2, 3 1, 2, 3. അതായത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായിട്ടുള്ള അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്?
അപ്പോൾ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് വൺ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യയാണ് APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വൺ, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ആൻസർ ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്? ആൻസർ ശ്രീലങ്ക. അടുത്ത ചോദ്യം, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? ആൻസർ 7ാം സ്ഥാനം. അടുത്ത ചോദ്യം, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താണ്? കേരള മത്സ്യബന്ധന വകുപ്പ് സജി ചെറിയാൻ്റെ കീഴിലാണ്. അടുത്ത ചോദ്യം, കർണാടകയും തമിഴ്നാടുമായിട്ട് ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? ആൻസർ സി ആണ്, മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്തത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ആൻസർ ചൈനയാണ്. ചൈനയിലാണ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അടുത്തത്, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് 30C ഉത്തര മഹാസമുദ്രം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ബി ആണ്, ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്തത്, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 32. A ആണ്, 9 ജില്ലകൾ. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. അടുത്തത്, പ്രസിദ്ധമായിട്ടുള്ള ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പമ്പ നദിയാണ് ശബരിഗിരി പദ്ധതി ഉള്ളത്. അടുത്ത, ഇന്ത്യയുടെ തെക്കേയറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് പറയുന്നത് ഇന്ദിര പോയിൻ്റാണ്. അടുത്ത, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ആലപ്പുഴ. അടുത്ത, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ 941. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ AJ ദേശായി. AJ ദേശായി ആണ് ആൻസർ. AJ ദേശായി ആണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അടുത്ത 40ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായിട്ടുള്ള പാലക്കാട് ജില്ലയിൽ ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ സൈലൻറ്റ് വാലിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മേഘാലയയിലാണ്. നെക്സ്റ്റ് വൺ, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? 1973 സന്തോഷ് ട്രോഫി നേടുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? 14ാമത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ജഗദീപ് ധൻഖർ ആണ്. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി, അതായത് വൈസ് പ്രസിഡൻ്റ് ആരാണ്? ജഗദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. അല്ലാത്തത് ഏതാണ്? ഓർബിറ്ററാണ്. അപ്പം ലാൻഡറും റോവറും അതുപോലെ പ്രൊപ്പൽഷൻ മൊഡ്യൂളും ഒക്കെ ചന്ദ്രയാൻ 3 ഭാഗമായിട്ട് വിക്ഷേപിക്കപ്പെട്ടിരുന്നു. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗലിൻ്റെ ചിത്രം ഏതാണ്?
അമൃത ഷെർഗിലിൻ്റെ ചിത്രം ആണ് ഗ്രാമീണ ജീവിതം. അമൃത ഷെർഗിലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. അടുത്തത് ചരക്കു സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത്? ജി എസ് ടി നിലവിൽ വന്നത് ജൂലൈ 1, 2017. അടുത്തത് ഗോദാൻ എന്ന കൃതി ആരാണ് രചിച്ചിട്ടുള്ളത്? ഗോദാൻ ആരാണ്? പ്രേംചന്ദിൻ്റെ കൃതിയാണ് ഗോദാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഏഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. ഏഷ്യയെയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്. അടുത്തത് 49ാമത്തെ ചോദ്യം, 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുനെയാണ്. 2021 ശ്രദ്ധിക്കണം. 69ാമത്തെ ദേശീയ പുരസ്കാരം 2021 ആരായിരുന്നു? അല്ലു അർജുനാണ്. അടുത്തത്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. അപ്പോൾ 50 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത 50 ചോദ്യങ്ങൾ അടുത്ത സെക്ഷനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്.